അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. തളർന്നാലും നമ്മള് മേലേക്ക് എത്തും. ചിപ്സ് തിന്നോണ്ടിരിക്കാട്ടാ കൊതിച്ചോ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അടുത്ത ക്യാമ്പിംഗ് വീഡിയോ ആണ്. കേച്ചേരിക്ക് അടുത്ത്, തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്ക് അടുത്ത് പെരുവൻമലയിലാണ് ഞങ്ങൾ ഇന്ന് ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഈ പെരുവൻമലയിലേക്ക് തിരിയണതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബൈക്കില്ലാത്ത കാരണം കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഇന്നിങ്ങനെ ക്യാമ്പിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് പോന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കാർ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വന്നു. അവിടെ പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ആൾ വന്ന്, നമ്മൾ ആളില്ലാണ്ട് ഇട്ട് പോകുന്നത് ശരിയല്ലല്ലോ. പിന്നെ അവിടെ ആൾ വന്ന് നമ്മൾ ചോദിച്ച് അവിടെ കാർ പാർക്ക് ചെയ്ത് സേഫാക്കി. ഇനി സമാധാനത്തോട് കൂടിയിട്ട് മേലേക്ക് കയറാമല്ലോ. പിന്നെ ഇന്നിപ്പോൾ ടെൻറ്റ്, പിന്നെ വെള്ളം കുപ്പി, എല്ലാ ഐറ്റംസിലും ബാഗിലുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 2 ലിറ്ററിൻ്റെ 2 കുപ്പിയുണ്ട്, പിന്നെ 1 ലിറ്ററിൻ്റെ കുപ്പിയുണ്ട്. പിന്നെ ടെൻറ്റ്, നമ്മൾ ടെൻറ്റ് വലിയ ടെൻറ്റായി കാരണമുണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫുഡ് കാര്യങ്ങൾ, എമർജൻസി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ മേലെ എത്തുമ്പോഴേക്കും ഇതൊരു കുത്തനൊരു കയറ്റാണ്. മേലെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു ലെവലാവും. മെല്ലെ മെല്ലെ കയറട്ടെട്ടാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ്ങിൽ നമ്മുടെ ആലൻ മച്ചാനില്ല, ട്രാവൽ മച്ചാനില്ല. ആൾക്ക് മച്ചാന് കുറച്ച് തിരക്കായ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാമ്പിങ്ങിൽ നമ്മുടെ കൂടെ ഉള്ളത് രാജേഷും അതുപോലെ തന്നെ കിഷോറാണ്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ഇന്ന് അടിച്ച് പൊളിക്കാൻ പോണത്. പോകുന്ന വഴി ഇതുപോലുള്ള ചെറിയൊരു കയറ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് ചെറിയ കയറ്റാണ്, എനിക്ക് കുറച്ച് ദൂരം കഴിഞ്ഞാൽ വലിയ കയറ്റവും. അപ്പോൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് എത്താം. ഇവിടെ ഡേ വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ കണ്ടാളോ. ഞാൻ ഇപ്പം തന്നെ എത്തിച്ചു തുടങ്ങി. ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ. 4.82 ലക്ഷം ലിറ്റർ വെള്ളം കൊണ്ടുവരുന്ന ടാങ്കാണ്. വെള്ളം കൊള്ളണ ടാങ്കാണ്. ഹായ്. ഇത് കാണുമ്പോൾ അത്ര വലിയ കയറ്റമായിട്ട് തോന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തനൊരു കയറ്റാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. വെയിറ്റുള്ള കാരണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ സിമ്പിളായിട്ട് ഓടിക്കയറി പോയത്. ഞാനെന്നും കൊണ്ടുവരാറുള്ള ചെറിയ ബാഗല്ല കേട്ടാ. ഇത് കണ്ടില്ലേ കേട്ടാ, നമ്മൾ ലഡാക്ക് പോയിട്ടുണ്ടായിരുന്ന വലിയ ബാഗാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര നേരം വന്ന പോലുള്ളൊരു വഴിയല്ല. ഇനിയിപ്പോൾ ഒന്നുകൂടെ കുത്തനൊരു കയറ്റാണ്. അത് കയറി മേലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും എന്നെ മേലോട്ട് കൊണ്ടുപോകാറാവെന്ന് തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റായി. അവർ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറിന് മേലായിട്ടുണ്ട്. ഞാനാണ് ലേറ്റ് ചെയ്തത്. ഞാൻ നേരെ കഴിക്കാൻ കാരണം മെയിനായിട്ട് ടൗണിൽ നല്ല ബ്ലോക്കായിരുന്നു തൃശ്ശൂർ. പിന്നെ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1/2 മണിക്കൂറിന് മേലെ ഇവിടെ പോയിട്ടുണ്ട് വണ്ടി പറിക്കാനായിട്ട്. ഇനി ഈ മലയുടെ മേലേക്ക് എത്തണം. അതിൽ കുറച്ച് നേരം നിൽക്കിടാൻ പറ്റുന്നില്ല. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വഴി. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴേ അത്ര വലിയൊരു കയറ്റായിട്ട് തോന്നുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളോ. കണ്ടാ, ഇപ്പം അത്യാവശ്യം നല്ലൊരു കയറ്റായിട്ട് തോന്നണില്ലേ. വെള്ളമാണെങ്കിൽ ബാഗിൻ്റെ ഉള്ളിലാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകട്ടാ. നല്ല രീതിയിൽ കത്തിച്ചു. സംഭവം നമ്മൾ അന്ന് വന്ന അത്രയൊന്നും നമ്മൾ യാത്ര ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. പക്ഷേ ഇത് അതിനേക്കാളും കുത്തനൊരു കയറ്റാണ്. അന്ന് രാജേഷൊക്കെ കയറ്റച്ചത് എനിക്കിപ്പോഴാണ് മനസ്സിലാണ്. കാരണം നല്ല വെയിറ്റ് ആയിരുന്നേ. എൻ്റെ ബാഗ് മാത്രമാണ് അന്ന് വെയിറ്റ് ഇല്ലാതിരുന്നിട്ടുള്ളൂ. ഇതാണ് ആളെ ബൈക്ക്. ഇതന്നെയല്ലേ, ഇതന്നെയാണ്. ഇവിടെയാണ് അവർ ബൈക്ക് വെച്ചിട്ടുള്ളത്. ഇതിന് മേലേക്ക് പോവില്ല. ഇതിന് മേലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴും. കത്തിച്ചിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് ഫ്രണ്ട്സൊക്കെ മേലെ കയറിയിട്ട് ഓടി താഴോട്ട് ഇറങ്ങുന്നുണ്ട്.
ഏതിലെ കയറായിരിക്കും എളുപ്പം? ഇതാ ഏതിലെ കയറായിരിക്കും എളുപ്പം? ഇതാണോ ഇതിലെ കയറല്ലേ? അയ്യോ അത് വേണ്ട, അത് ശരിയാ. വീഡിയോ എടുക്കാം. ഇത് 2 ദിവസം കഴിഞ്ഞ് യൂട്യൂബിൽ കാണാം. ബൈ. നമുക്ക് ആ മേലേക്ക് എത്തണം. കുത്തനുള്ളൊരു കയറ്റാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മയ്യത്തെടുക്കാറാവും തോന്നുന്നുണ്ട്. പള്ളി കാട്ടിലേക്ക് കൊണ്ടുവരോ? അത്രയും നല്ലതായിട്ട് കയറ്റിച്ചിട്ടുണ്ട്. മുകളിലെത്തുമ്പോഴേക്കും മുകളിലേക്ക് കൊണ്ടുപോകാറോ? ഇങ്ങനത്തെ ചരലാണ് വേണ്ട. കാല് സ്ലിപ്പായി കഴിഞ്ഞാലേ നമ്മൾക്ക് കിട്ടുന്ന വഴികളൊക്കെ ഇങ്ങനത്തെ വഴികളാണ്. ഡേഞ്ചറാ. വെയിറ്റുള്ള കാരണം കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് നോക്കി ചവിട്ടി കയറിയില്ലെങ്കിലേ കാല് സ്ലിപ്പായി പോകും. പക്ഷെ നമ്മൾ എത്ര കതച്ചാലും തളർന്നാലും നമ്മൾ മേലേക്ക് എത്തും. അയ്യോ, ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എത്തിയിട്ടാ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇതധികം ദൂരമൊന്നുമില്ല, പക്ഷെ നല്ല കുത്തണ കയറ്റം കണ്ട. ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാവണ്ട. അപ്പോൾ ഇതുപോലെ കുത്തന ഒരു കയറ്റം, ഇതുപോലെ നല്ല രീതിയിലുള്ള വെയിറ്റുള്ള ബാഗും. നമ്മൾ മറ്റേ ആമ ഇളയനെ പോലെ പതുക്കെ 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 ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരിപ്പോൾ ടെൻ്റ് അടിച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻ്റ് അടിച്ചോ അറിയില്ല. ചെന്നപ്പന്നെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്, അടുത്ത് കഴിക്കാം. ഓ, സംഭവം കിട്ടില്ലെന്നല്ലേ. ഇവിടെ ഞാൻ പകല് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമാണ് ഈ പെരുവൻ ടെമ്പിൾ തന്നെയാണ് കേട്ടോ. ഈ ആലും മാവും കൂടി ചേർന്നിട്ടുള്ള ആത്മാവെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതാണ് പെരുവൻ ടെമ്പിള്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കല്യാണത്തിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണെന്നുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇനി എവിടെയും അറിയില്ല. എന്തായാലും ഞാൻ പോയി തപ്പി നോക്കട്ടെ. ഇവിടെ അത്യാവശ്യം ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ആയ കാരണം കൊണ്ടേ വെയിലൊന്നും ഇല്ലല്ലോ. ഇവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കാനായിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ അവരെ കണ്ടുപിടിക്കണം. നമ്മുടെ കിഷോറും രാജേഷും അവിടെ ടെൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടെൻ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോയോ പവറല്ലേ? ഞാനേ അവിടെ പാർക്കിങ്ങിനാണ് ടൈം എടുത്തത്. പിന്നെ ടൗണിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു, അതന്നെ നേരം വൈകി. ടെൻ്റ് അടിച്ച് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കിതപ്പ് മാറ്റിട്ടാ. 3 ടെൻ്റ് അടിച്ചിട്ടുണ്ട്. 3 ടെൻ്റ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് പഴം ചിപ്സ് അല്ലേ, പഴം ചിപ്സ് തിന്നോണ്ടിരിക്കാട്ടാ. കൊതിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടെ നിന്ന് അടിച്ചാ? വീഡിയോ മുഴുവൻ കണ്ടു. വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങള് പറയുള്ളൂ അല്ലേ? വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടാലാണ് ഇപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് വീഡിയോ മുഴുവൻ കാണണല്ലേ. പ്രത്യേക രൂപമില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ നല്ല തണവായിട്ടുണ്ടല്ലേ. ചെറിയൊരു മഴ ചാറി, ഇപ്പോഴും ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി ഇല്ല, മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് ചായ വെക്കലൊന്നുമില്ല, കുക്കിംഗ് ഒന്നുമില്ല. ഞങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് ബിസ്ക്കറ്റും കിണ്ണത്തപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ അങ്ങ് ദൂരെ സൂര്യൻ വരുമ്പോ കാണിച്ചു തരാം. അപ്പം സംഭവം ടെൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ രാത്രി കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വെളിച്ചങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പം 2 കുട്ടികളും ഒരു അമ്മയും സെറ്റ് ആയിട്ടുണ്ട്. 2 ചെറിയ ടെന്റും ഒരു വലിയ ടെന്റും. ഇപ്പൊ നമ്മുടെ ട്രാവൽ മച്ചാൻ മാത്രമില്ല, ഒരു കുട്ടിയില്ല. ഒരു കുട്ടി ട്രാവൽ മച്ചാനോടെയും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു എനർജി വന്നേനെ അല്ലേ.
എന്തായാലും മിസ് ചെയ്യുന്നുണ്ടാവനെ. അപ്പം എന്തായാലും ഞങ്ങൾ 3 ആളും വെച്ചിട്ട് ഞങ്ങൾ തകർക്കും അല്ലേ. പവറേ ഇവിടുത്തെ ശരിക്കും ഈ പുല്ലാണല്ലോ ഇവിടുത്തെ ശരിക്കും തന്നെ ഭംഗി കൊടുക്കണത്. വേനൽക്കാലത്ത് വരുമ്പോ അത്ര കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. മഴ ഉള്ള ടൈമിലാണ് ഈ പുല്ല് മുളയ്ക്കണത്. ഈ പുല്ലാണ് കേട്ടോ ഈ ഒരു പെരുവൻമലയ്ക്ക് ഭംഗി കൊടുക്കുന്നത്. ഈ ഒരു പുല്ലാണ്. നാളെ രാവിലത്തെ പുലർച്ചത്തുള്ള വ്യൂ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇത് കാണാൻ ഭംഗി ഉണ്ടാവുക നമുക്ക്. അതുപോലെ തന്നെ അന്ന് അയ്യർമലയിൽ ചെയ്ത പോലെ തന്നെ ഡ്രോണിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ. അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെൻറ്റിൽ കയറും. എൻ്റെ ടെൻറ്റിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സുഖമായിട്ട് ഇരിക്കാമല്ലോ. ഇപ്പോൾ അവിടെ മലയുടെ ഇത് അകലായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. കോടല്ലല്ലോ, പുകയാണല്ലോ അത്. ഇതിപ്പോൾ ഏതൊരു വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് മറ്റേ ഇത് അടുപ്പ് പുകഞ്ഞിട്ടുള്ള കോട ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അവിടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കോട കാണാൻ പറ്റിയില്ലെങ്കിൽ കോട ഉണ്ടാക്കിയോളന്നല്ലേ. ഇത് ഏതൊരു വിറകടുപ്പേ കഞ്ഞി വയ്ക്കാൻ നോക്കിയിട്ട് അത് കെട്ടുപോയിട്ടുള്ളതാ. വെള്ളം വെച്ചു അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുള്ളതാണ്. മഴയില്ലെങ്കിൽ ഞങ്ങളിവിടെ പാറമല ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നിരുന്നു. കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങള് ഫ്ലാഷ് അടിക്കാണ്ടിരുന്ന മതി. ഇവിടെ അങ്ങനെ ഫ്ലാഷ് അടിണ്ടാവില്ല. അമ്പലത്തിന്റെ സൈഡാ. പക്ഷെ അത് കുറെ പേര് വന്നിട്ടേ ഇതുവരെ നമ്മള് വീട്ടിൽ കൊണ്ടുപോകും. നമ്മളെ പോലെ ആവില്ലല്ലോ നല്ല കുട്ടികളല്ലേ. ഇതൊന്നും നമ്മള് കൊണ്ടിട്ടതൊന്നല്ല കേട്ടാ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ തരുന്നവര് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് വേറെ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക, എന്താ വൃത്തിയില്ലാത്തൊരു സ്ഥലം. നമ്മളിവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. കൊണ്ടുവരണ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വീട് വരെ കൊണ്ടായി ഈ കവറ്. ഇത് നമ്മൾ അവസാനം കുടിക്കൊരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോ അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങള് വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട്. അതായത് നമ്മുടെ കയ്യിൽ ഇത് ഇരിക്കുമ്പോ ഒരു വയ്യാവരിയാണ്. ഇത് കയ്യിൽ ഇരിക്കണത് വരും. പക്ഷെ എവിടെയും കളയില്ല ഞങ്ങള്. ഞാൻ നേരെ കളയാൻ പറ്റുകൊണ്ടേ കളഞ്ഞിട്ടു. കോട ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ അകലൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങുകളിലെയും പിന്നെ വീടുകളിലത്തെ വെളിച്ചങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാട്ടാ. പെരുവൻമലയിലെ രാത്രി കാഴ്ചകളാണ് കേട്ടോ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെമ്പിളിന്റെ ഭാഗം അതാണ്. ഇപ്പൊ ഒന്നും കാണുന്നില്ല, മരങ്ങളൊക്കെ ഉള്ള കാരണം ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്കിപ്പോ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് മാത്രമാണ്. വീടുകളിലും അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ കാണുന്നില്ലേ. പിന്നെ ചെറിയ റോഡുകളിൽ നിന്ന് വണ്ടികൾ വാഹനങ്ങൾ പോണ അതിന്റെ വെളിച്ചങ്ങളൊക്കെ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. പെരുവൻമലയിലെ കിടിലൻ വീഡിയോസുകളൊക്കെ നാളെ രാവിലെ എടുക്കാം കേട്ടോ. ആരോടൊക്കെ കത്തി വെച്ചുകൊണ്ട് ഇതേ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് കിഷോർ ഇറങ്ങി വരുന്നുണ്ട്. അത് അതെ. അപ്പൊ അതെ 2 ടെന്റ് കേട്ടാ. ഇരുട്ടിൽ മുങ്ങി, മഞ്ഞിൽ മുങ്ങി എന്ന് പറയാൻ പറ്റില്ല. മഞ്ഞ് ഇപ്പൊ തണുക്കുന്നുണ്ട്, വലിയ കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. 3 ടെന്റ് തന്നെ. നമ്മുടെ ടെന്റിൽ തന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മാത്രമേ കറണ്ട് കിട്ടിയിട്ടുള്ളൂ. ഇവർക്ക് 2 പേരും കറണ്ട് കിട്ടിയിട്ടില്ല. അതാ ഇനി കറണ്ട് ബില്ല് അടയ്ക്കാണ്ട് ഇനി അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയതാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇത്ര നേരം എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ചെറിയ രീതിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പെരുവൻമലയുടെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ രാവിലെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് ഉറങ്ങാൻ പോവാണ്. ഉറക്കം വന്നിട്ടൊന്നുമില്ല, എന്നാലും നല്ല മഞ്ഞായി തണുവായി തുടങ്ങിയിട്ടില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടിനുള്ളിൽ ടെന്റിനുള്ളിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരോടും ഒരു അടിപൊളി ബൈ, ഗുഡ് നൈറ്റ്. ടാറ്റാ, നാളെ കാണാട്ടാ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നേരം എടുത്തു. നമ്മുടെ കിഷോർ ബ്രോ എണീക്കുന്നുള്ളൂ. നമ്മുടെ രാജേഷ് എണീറ്റ് വ്ളോഗിങ് ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ ടെന്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. കണ്ട നല്ല താഴെയൊക്കെ ചെറിയ രീതിയിലൊക്കെ കോട ഇറങ്ങി നല്ല മഞ്ഞൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. സമയം ഇപ്പം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി കുറച്ച് നേരം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ നമ്മുടെ ഡ്രോണൊക്കെ പറത്തി നല്ല കിടിലൊക്കെ വ്യൂസ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ? ഉറക്കൊക്കെ ഫുൾ സെറ്റ് തന്നെയായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് തണവ് ഉള്ള കാരണം ഇതായിട്ട് കിടന്ന് ഉറങ്ങിയില്ല.
അടുത്ത ആളിത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അടുത്ത ആളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലതാണ്, സുഖമായിട്ട് ഉറങ്ങിയില്ലേ ഇന്നലെ? നല്ല ഉറക്കം, ഇപ്പോഴും നല്ല ഉറക്കം ഉറങ്ങി. ഇപ്പഴേ എനിക്ക് കാരണം അത്യാവശ്യം വെളിച്ചൊന്നും താഴെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ കാണാണ്ട് കേട്ടോ, കോടയൊക്കെ കാണാണ്ട്. പക്ഷെ മേലേക്ക് അങ്ങനെ വലിയ കോടയും മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ടൈമിലുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേറ്റുവെന്ന് വന്നിട്ടുള്ള ഫ്രണ്ട്സിലാട്ടോ. നമ്മുടെ മിനിമോള് സ്റ്റാർട്ടാകുമ്പോൾ കേട്ടോ, ഇനി പറന്നിട്ട് വേണം നല്ല കിഡ്ലയും വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മിനിമോള് സ്റ്റാർട്ടായിട്ടുണ്ട്. സൂര്യേട്ടൻ അങ്ങനെ പതുക്കെ പതുക്കെ പൊന്തി പൊന്തി വരുന്നു അല്ലേ? To stop this world from spinning like Superman, you were the only one to find the strength in all that I was dealing with this life like creep. നമ്മുടെ സൂര്യേട്ടൻ ഉദിച്ചുയർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വെളിച്ചമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിനിമോളാണെങ്കിൽ മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിമോൾ താഴെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് നല്ല വിഷ്വൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കൂടുതൽ ടീംസുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കായി തുടങ്ങി. ഈ രാവിലത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും വരുന്നത്. ഇതൊക്കെയാണ് പെരുവന്മലയിലെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ടെൻ്റൊക്കെ അഴിക്കാൻ പോവാണ്. You used to stop this world from spinning like Superman, you were the only one to find the strength in all that I was dealing with this life like kryptonite. If you keep me close, every minute in this hourglass you hold. അങ്ങനെ ഞങ്ങളെല്ലാവരും ടെൻ്റൊക്കെ മടക്കി പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. പിന്നെ തിരിച്ചു പോകണ വഴിക്ക് ഇനി ടെമ്പിളിൻ്റെ വഴിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പോവാട്ടോ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാട്ടോ. അതെ, അവർ രണ്ടാളും ബാക്കിൽ വരുന്നുണ്ട്. ഈ പുല്ലൊക്കെ വളർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ടെമ്പിളിൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ആലും മാവും കൂടി ചേർന്നിട്ടുള്ള ആൽമാവ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഞാൻ അടുത്തേക്ക് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് മാവും ഉണ്ട് ആലും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടും കൂടി ചേർന്നിട്ടാണ് നിൽക്കുന്നത്.
ഇതാണ് പെരുവന്മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താ ഈ ഒരു ആലിനോട് ചേർന്നിട്ട് ആലിന്റെ നടുക്കില് ആലിന്റെ ഇടയിൽ കൂടെയാണ് ഈ മാവ് വളർന്നു പോയിട്ടുള്ളത്. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്താ ഇത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അകലെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അടുത്തു നിന്ന് നോക്കിയാലാണ് ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. മാവും ആലും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. ഈ മാവാണ് ഇതിലെ വില്ലല്ലേ? ആ ശരിക്കും കേറിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഈ ആലിന്റെ ഇടയിൽ അല്ലേ. ഒരു പ്രണയത്തിലേതാണ് രണ്ടാള്. ഇതാണ് പെരുവൻ ടെമ്പിള്. അപ്പൊ അതിന്റെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാട്ടെ. ഞാന് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ രാവിലെ ചിലപ്പോ ഓപ്പൺ ആയിട്ട് അടച്ചാണെന്ന് അറിയില്ല. ഇതിന്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ആ സൈഡിലാണ് കേട്ടോ. പെരുവന്മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ സിറ്റിയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സൈഡിലാണ് ശോഭ സിറ്റി ഉള്ളത്. ഇതൊക്കെ കേച്ചേരിയുടെ ഓരോ ഭാഗങ്ങളാണ്. രണ്ട് പട്ടി വരുന്നുണ്ട്. അവര് നമ്മളെ പേടിച്ചിട്ടും നമ്മൾ അവരെ പേടിച്ചിട്ടും. ഇല്ലല്ല പട്ടി തന്നെയാണ്. അയ്യോ അല്ല, ഇവിടെ എങ്ങനെ ഇറങ്ങിയാലും ചെറുതായിട്ടും സ്ലിപ്പ് ആവും. അവര് ഇതിലാട്ടോ ബൈക്ക് കയറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൊരു പയ്യൻ ബൈക്ക് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ പാടാണ് കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാല് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നുണ്ട്. വേറെ ഒന്നല്ല, മഴ പെയ്ത് ഇങ്ങനെ പിന്നെ മഞ്ഞിന്റെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഉരുണ്ട കല്ലുകളാണ്. അപ്പം വീഴാൻ ചാൻസ് കൂടുതലാണ്. മാക്സിമം ശ്രദ്ധിച്ച് നോക്കിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് വരെ നമ്മൾ സ്ലിപ്പായി പോകണം. ബൈക്കിന്റെ ബാക്കിൽ ലഗേജൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റായില്ലേ? ഇനി ഇവിടുന്ന് ബൈക്ക് താഴോട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പണിയല്ലേ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു കടമ്പ തന്നെയാണ് ഈ ഒരു കുഴി ചാടിച്ച് ഇറക്കാന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് താഴേക്ക് ഇറക്കണേന്ന് നോക്കാം. ബുള്ളറ്റായ കാരണം കൊണ്ടേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. തിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ അതിനുള്ള സ്ഥലമില്ല, പിന്നെ കല്ലൊക്കെയാണ്. അവർ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഓരോ വീഡിയോ എടുക്കാൻ വരുമ്പോഴും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടും പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് വിട്ട് അവിടെ കഴിഞ്ഞാ പതുക്കെ വാ. രണ്ട് ബ്രേക്കിലും വെച്ചോട്ടാ, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കാല് വെച്ചോ. അതുപോലെ തന്നെ ലെഫ്റ്റില് കാല് വെക്കാൻ സ്ഥലം കിട്ടില്ല. ഒറ്റയടിക്ക് ആ തിണ്ടുമ്മലേക്ക് വെച്ചോട്ടാ. ആ തിണ്ടുമ്മലേക്ക് വെച്ചോ. പതുക്കെ പോരല്ലോ. കുറച്ചും കൂടി റൈറ്റ് ആക്കിയോ, കുറച്ചുകൂടി റൈറ്റ് ആക്കിയോ, അതിലായിരിക്കോ. ആ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ലെഫ്റ്റ് ആക്കിട്ടാ. ഞാൻ ലെഫ്റ്റ് ആക്കിയോ. പതുക്കെ സൈലൻസർ. കുഴപ്പമില്ല, പതുക്കെ. റൈറ്റ് സൈഡിൽ പോകണ്ട. പതുക്കെ ഓക്കെ. പതുക്കെ ഇറക്കിക്കോ. പതുക്കെ പോക്കോ. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലാണ് മെയിൻ പ്രശ്നം. ഉരുണ്ട് വീഴാൻ ചാൻസ് കൂടുതലാണ്. മഴ വെള്ളം ഒലിച്ചു പോയിട്ടേ നിറച്ച് ഇങ്ങനെ വെള്ളം ചാല് ഇങ്ങനെ ഇതുപോലുള്ള കുഴികളാണ്. പെട്ടെന്ന് സ്ലിപ്പായി തലയും കുത്തി വീഴും. പെരുവന്മലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു കിടിലൻ ക്യാമ്പിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ബൈ. ഇന്നലെ നമ്മൾ ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു പള്ളിയുടെ താഴെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചോദിച്ചിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് സേഫായിരുന്നു. ഇവിടെ വണ്ടി പാർക്കിങ് ഒരു സേഫായിരുന്നു. പിന്നെ റോഡ് സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര പറയാണ്. അപ്പോൾ രാജേഷും റോഷനും ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്.